ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഈസി ബർഗറാണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബർഗറാണ് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് കാണാം. നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിതിൽ ബേസായിട്ട് എടുത്തിരിക്കുന്നത് ചോറാണ്. ചോറ് വെച്ചിട്ടാണ് ഞാനിവിടെ ബർഗർ ഉണ്ടാക്കുന്നത്. 1 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, ഒരു പകുതി സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത്, അത്ര ചെറുതായിട്ടല്ല എന്നാലും ചെറുതായിട്ട്. ഇനി ഇതിലേക്ക് ചീസാണ് ചേർക്കുന്നത്. കട്ട് ചെയ്ത ചീസോ സ്ലൈസ് ചെയ്ത ചീസോ എങ്ങനെയെങ്കിലും നമുക്ക് കുറച്ച് ചീസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പ്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൈ കൊണ്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടി നമ്മൾ പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും കൂടി കൈ വെച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ് ആണ് ചേർക്കാനുള്ളത്. ഞാനിവിടെ മൈദയാണ് ചേർക്കുന്നത്. മൈദ ചേർത്താലും കുഴപ്പമില്ല, ബ്രെഡ് ക്രംസ് ചേർത്താലും കുഴപ്പമില്ല, എല്ലാം കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കാം. ഇത് നന്നായിട്ട് തിക്കാക്കി എടുക്കണം. അപ്പോൾ എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ചേർക്കാം. ഞാൻ ഇവിടെ 2 സ്പൂൺ ചേർത്തപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് തിക്കായിട്ട് ഇട്ടിട്ടാണ്. ഞാൻ ചേർക്കില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർക്കാം. മതി. നമ്മളിതൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബർഗറിലേക്ക് വേണ്ടിയിട്ടുള്ള കട്ട്ലറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് 3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മളപ്പോൾ ഒരു ബണ്ണിൻ്റെ ഒരു സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മയോണൈസ് തേച്ചു. ഇനി നമ്മളിതിലേക്ക് രണ്ട് പീസ് തക്കാളി വെച്ചു. രണ്ട് കുക്കുംബർ വെച്ച് ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റും കൂടി വയ്ക്കാം. കട്ട്ലറ്റിൻ്റെ പുറത്തോടെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി വെച്ച് കൊടുക്കാം. ഇനി 2 തക്കാളിയും കൂടി വെക്കാം. മയോണൈസ് തേച്ചിട്ടുള്ളത് നമുക്ക് അതൊക്കെ ചേർത്തെടുക്കാം. അപ്പം നമ്മുടെ ഒരു ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി സൂപ്പർ വീഡിയോസായിട്ട് നമ്മൾ വരാം. അതുവരേക്കും ബൈ.